ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. മറ്റുള്ളവർക്ക് സാന്ത്വനമേകാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ സുവർണ കാലമാണല്ലോ യുവത്വം. അന്യദേശത്ത് ജോലി ചെയ്യുമ്പോഴും കരുണയുടെയും സാന്ത്വനത്തിൻ്റെയും സ്പർശനമേകുവാൻ തങ്ങളുടെ സമയവും കഴിവും വിനിയോഗിക്കുന്ന ഒരു പറ്റം യുവാക്കളാണ് ഈ എപ്പിസോഡിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുവാനായി നമ്മളോടൊപ്പമുള്ളത്. നമസ്കാരം പ്രിയ സ്നേഹിതരെ, പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഐഫോൺ, മൊബൈൽ ഫോൺസ് ഇതൊക്കെയാണ് ഈ ജനറേഷൻ്റെ വീക്ക്നെസ്സുകൾ. പലരും ജീവിതത്തിൻ്റെ നല്ലൊരു സമയം സോഷ്യൽ മീഡിയയിലും അവരവരുടെ നെറ്റ്വർക്കുകളിലും അവരവർ എൻഗേജ്ഡായി ജീവിച്ചു പോവുകയാണ്. ജീവിതത്തിൻ്റെ നല്ല കാലഘട്ടമാണ് യുവത്വം. ദൈവം നമുക്ക് തരുന്ന ഒരു സുവർണ അവസരം. യുവാവായിരിക്കുമ്പോൾ എങ്ങനെ കൂടുതൽ ദൈവത്തെ ശുശ്രൂഷിക്കാം, ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ പരിപാലിക്കാം, ദൈവ ശുശ്രൂഷയിൽ വ്യാപരിക്കാമെന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ നമുക്ക് ഇവിടെ കാണിച്ചു തരികയാണ്. ദൈവ ഭയത്തിൽ ദൈവം തങ്ങൾക്ക് തന്നിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ നിലനിന്നുകൊണ്ട് തങ്ങളെ വളർത്തിയവനായ ദൈവത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളോട് പ്രതിനന്ദി കാണിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. വിശുദ്ധനായ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയുണ്ട്, കൊടുക്കുമ്പോഴാണ് എനിക്ക് നൽകപ്പെടുന്നത്. ഈശോനാഥൻ്റെ മനോഹരമായ ബൈബിൾ വചനമുണ്ട്, എളിയവർക്ക് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. ഞാൻ രോഗിയായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്ന് ദൈവം പറയുന്നുണ്ട്. എളിയവർക്ക് ചെയ്തപ്പോഴെല്ലാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഈ എപ്പിസോഡിലൂടെ ദൈവം തങ്ങൾക്ക് ദാനമായി നൽകിയ ജീവിതത്തെ ദൈവ ശുശ്രൂഷയിൽ വിനിയോഗിക്കുന്ന ഒരു പറ്റം കൂട്ടരെ നാം പരിചയപ്പെടുകയാണ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ എപ്പിസോഡിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് ഷാജിൻ മാത്യു. ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ അടൂർ പഴവളത്തു എന്ന് പറയുന്ന ദേശത്തു നിന്ന് വരുന്നതാണ്. ഞാൻ ഇവിടെ ദുബായിൽ ജബലാലിയിൽ വർക്ക് ചെയ്യുന്നു, അബൂസേദ് എന്ന് പറയുന്ന കമ്പനിയിൽ. ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്നു, വൈഫ്, 2 കുട്ടികൾ. എൻ്റെ പേര് ബ്ലസൻ വർഗീസ്. ഞാൻ അടൂർ പഴകുളം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ UAE ദുബായിൽ വർക്ക് ചെയ്യുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് സുബിൻ ജോൺ. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൻ്റെ അടുത്ത് പഴവളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിവിടെ ദുബായിൽ അക്കൗണ്ടൻ്റായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങൾ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ, സഹചരോടുള്ള സ്നേഹമൊക്കെ ഇങ്ങനെയൊരു ഗ്രൂപ്പിലൂടെ നിങ്ങൾ പങ്കുവയ്ക്കുന്നു. എന്താണ് ഈ സാന്ത്വനം? ഒന്ന് പരിചയപ്പെടുത്താമോ? സാന്ത്വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ BP കൂടി ലത്തീഫ ഹോസ്പിറ്റലിൽ, ദുബായ് ലത്തീഫ ഹോസ്പിറ്റലിൽ 1 മാസം അഡ്മിറ്റായി. അന്നേരം ആ പുള്ളിയെ തിരിഞ്ഞു നോക്കാൻ കമ്പനിയിൽ നിന്നോ അവരുടെ നാട്ടിൽ നിന്നോ ഒന്നും ആരും ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ ഞാനും വൈഫും കുറേ ഫ്രണ്ട്സും എല്ലാം കൂടെ പോയിട്ട് ഇങ്ങനെ ഡെയിലി വരിക ചെയ്യുമായിരുന്നു. അന്നേരം ഇങ്ങനെ ഒരു ദിവസം വൈകിട്ട് വന്നപ്പോൾ ഞാൻ വീട്ടിലിരുന്നിട്ട് പറഞ്ഞു, ഇതുപോലെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാം. അതുവഴി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ എല്ലാം നാളെ ഇങ്ങനെ ഒരാൾക്ക്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾക്ക് ഇങ്ങനൊരു സാഹചര്യം വരരുത്, എല്ലാവരും ഒറ്റപ്പെടാൻ പാടില്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലുള്ള ആൾക്കാരെ എല്ലാം കൂടെ ഒന്നിപ്പിക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഇത് തുടക്കമിട്ടത്. ആദ്യം ഞാനും വൈഫും കൂടെ ഇതിനകത്ത് ആഡായി. അത് കഴിഞ്ഞിട്ട് ഇവരെ എല്ലാവരെയും ഓരോരുത്തരായിട്ട് ആഡ് ചെയ്ത്
തുടക്കകാലങ്ങളിൽ 2-3 പേരായിട്ട് തുടങ്ങി. ഇതിപ്പോൾ ഏകദേശം 50 മെമ്പേഴ്സ് ഇപ്പോൾ ഉണ്ട് നമുക്ക് നിലവിൽ. ബ്ലസൻ, ഇതിൽ കൂടുതൽ മെമ്പേഴ്സ് ചെറുപ്പക്കാരാണല്ലോ. ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ പല കാര്യങ്ങളും എൻഗേജഡാണ്. ലോകത്തിൻ്റെ ഒത്തിരി വിനോദങ്ങൾ അവർക്കുണ്ട്. അപ്പം എന്ത് ഇൻസ്പിറേഷനാണ് ചെറുപ്പക്കാർക്ക് ഇതിലേക്ക് വരാൻ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്? തീർച്ചയായും പ്രവാസ ലോകത്ത് നമ്മൾ ഒറ്റപ്പെട്ടൊരു സാഹചര്യം നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ആ സാഹചര്യത്തിൽ സ്വാതന്ത്ര്യം എന്നുള്ള ഗ്രൂപ്പുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ യുവാക്കളെ കൂടുതലായിട്ട് ആകർഷിക്കുന്നത് പരസ്പരം റെഗുലർലി നമ്മൾ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ചിന്ത ഈ ഗ്രൂപ്പും കൊണ്ട് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. അതാണ് മെയിനായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യം ഗ്രൂപ്പ് ഇത്രയും വളരാൻ ഒരു പ്രചോദനമാവുന്നത്. യുവാക്കളുടെ ഇടയിൽ ഇൻസ്പയർ ആവുന്നത് പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് പോലും ഇല്ലാത്ത സമയത്ത് ഈ സ്വാതന്ത്ര്യം ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. ആ കോണ്ടാക്റ്റ് വളരെ അവരെ ആത്മീയമായും മാനസികമായും ബലപ്പെടുത്തുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു യങ്സ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ട് സുബിൻ? ഇതുവരെ സാന്ത്വനത്തിൽ എന്തൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്? ഞങ്ങൾ ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും മറ്റുള്ളവർക്ക് സാന്ത്വനം കൊടുക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് ആദ്യമേ നന്ദി പറയുന്നു. ഞങ്ങൾ തുടക്കത്തിൽ ഒരു പെൻഷൻ പദ്ധതിയുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ. അപ്പം അതിൽ മറ്റു വരുമാന മാർഗങ്ങളില്ലാത്തവർക്ക് വേണ്ടി തുടങ്ങിയ ഒരു പെൻഷൻ പദ്ധതിയാണ്. ആ പെൻഷൻ പദ്ധതിയിലേക്ക് ഒരു മാസത്തെ സഹായം ഞങ്ങൾ ചെയ്തു. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റിനെ സഹായിച്ചു. അത് കഴിഞ്ഞ് ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് വേണ്ടി സഹായം ചെയ്തു. അതുകൂടാതെ ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടക്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ മെമ്പേഴ്സും ഫ്രണ്ട്സും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. പിന്നീട് ഞങ്ങൾ ഒരാൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി എമർജൻസി ആയിട്ട് നാട്ടിൽ പോകേണ്ടി വരികയും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്ത് സഹായിച്ചു. അതിനുശേഷം ഇഫ്താറിന് ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം എന്ന രീതിയിൽ ഫുഡ് കിറ്റുകൾ വിതരണം ചെയ്തു. അതിനുശേഷം ഈ അടുത്ത് ഞങ്ങൾ ചെയ്ത ഒരു സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ ബാധിച്ച ഒരു 12 വയസ്സുള്ള ഒരു കുഞ്ഞിന് 50,000 രൂപയുടെ ഒരു സഹായം ചെയ്തു കൊടുത്തു. ഞങ്ങൾക്കറിയാം ഈ ചെറുതും വലുതുമായിട്ടുള്ള സഹായങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഒന്നും ആകില്ലെങ്കിലും ഒരു ചെറു സാന്ത്വനം ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് ദൈവത്തെ നന്ദിപ്പെടുത്തുന്നു. ഷാജൻ, എത്ര നാളായി ഇങ്ങനെ ഒരു മുന്നേറ്റം നിങ്ങൾ ആരംഭിച്ചിട്ട്? ഇതിപ്പോൾ ഏകദേശം 1 വർഷത്തോളം ആവുന്നു നമ്മുടെ ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ട്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇത് നമ്മൾ ആദ്യം തുടക്കം ഇട്ടത് ഒരു പള്ളി ആയിരുന്നു. ഞങ്ങളുടെ ഇടവ പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവിടെ കുറേ ആൾക്കാരെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി. പിന്നെ അത് ഞങ്ങളുടെ സമീപ ഇടവകളിലും കൂടെ നമ്മൾ ഇത് അവിടെയുള്ള എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള UA കേന്ദ്രമാക്കിയാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത്. UAയിലുള്ള എല്ലാ ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തി ഇത് മുമ്പോട്ട് പോകുന്നത്. ഇപ്പം 3 പള്ളികളാണ് ഇപ്പം ഇതിനകത്തുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഈ പ്രവാസ ലോകത്തേക്ക് വന്നാൽ പിന്നീട് ആളുകൾ തമ്മിൽ വലിയ പരിചയമൊന്നും കാണുകയില്ല. ഒരു ദേശത്ത് നിന്ന് ഒരു നാട്ടിൽ നിന്ന് വന്നവരാണെങ്കിൽ കൂടെ എത്തിക്കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം പിന്നെ നാട്ടിൽ പോകുമ്പോഴോ ഒക്കെ ആയിരിക്കും അവർ തമ്മിലുള്ള കോണ്ടാക്റ്റ്. അപ്പം നിങ്ങൾ ചെയ്തൊരു വലിയ കാര്യം അവരെ നിങ്ങൾ ഒരുമിപ്പിച്ചു എന്നുള്ളതാണ്. അതെ അതെ. അപ്പോൾ എങ്ങനെയാണ് അവരുമായിട്ട് ഈ ഒരു റെഗുലർ കോണ്ടാക്റ്റ് നിങ്ങൾ വെക്കുന്നത്? ഇതിപ്പോൾ ആഴ്ചകളിൽ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളികളിൽ നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് പറയും ഇന്ന പള്ളികളിൽ നമ്മൾ ഷാർജ, ദുബായ്, ജബലാലി അല്ലെങ്കിൽ അബുദാബി, ഈ UAയിലുള്ള എല്ലാ പള്ളി ഇപ്പോൾ എല്ലാവർക്കും കൂടെ ഒത്തുകൂടാൻ പറ്റുന്ന ഓരോ പള്ളികളിൽ ഓരോ ആഴ്ചകൾ കൂടും. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കൂടാൻ ശ്രമിക്കാറുണ്ട്. ആ സ്ഥലത്തുള്ളവർ നിങ്ങൾ ഒന്നിച്ച് കൂടാറുണ്ട്. കാര്യങ്ങളെല്ലാം വിലയിരുത്തും, ഫ്യൂച്ചർ പരിപാടികളെല്ലാം അവരോട് പറയും. എല്ലാവരും സന്തോഷമാണോ ഇതിനകത്ത് വന്നതിൽ? ഇതിനകത്ത് 50 പേരുള്ളതിൽ എല്ലാ ആൾക്കാരും ഇപ്പം സന്തോഷമാണ്. ഇപ്പം എല്ലാ ആൾക്കാർക്കും ഇതിനകത്ത് പ്രവർത്തിക്കാൻ തന്നെ ഒരു ഊർജ്ജമുണ്ട്. ഇതിനകത്ത് ഇപ്പം ഒരു കൂട്ടായ്മ നിങ്ങൾ രൂപീകരിച്ചു എന്നുള്ളതാണ് വലിയ കാര്യം. ഒരു നാട്ടിലുള്ളവരെ അതെ അതെ. എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രവാസ ജീവിതമൊക്കെ നയിക്കുന്ന ആൾക്കാർ കൂടുതലും ഫാമിലി വിട്ടിട്ട് ഇവിടെ വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷവും പിന്നെ അവരുടെ കൂടെ നമ്മൾ ഉണ്ടെന്നുള്ളൊരു തോന്നൽ. ഇപ്പം ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ബിസിനസ്സുകാർ മുതൽ സാധാരണ ജോലിക്കാർ വരെ ഇതിനകത്ത് ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്. അന്നേരം എല്ലാവരും ഒരേപോലെ ഈ ഗ്രൂപ്പിനകത്ത് പങ്കെടുക്കുന്നതും എല്ലാ രീതിയിലും ഇതിനകത്ത് ഒരേപോലെയാണ്. അതിനകത്ത് വേറെ ചെറുതോ വലുതോ എന്നുള്ള രീതിയിലില്ല. എല്ലാ നാട്ടുകാർ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രം നോക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം 1 വർഷമാകുന്നു. പ്ലസ് നമ്മൾ ഈ
നാട്ടിൽ നിന്നൊക്കെ മറ്റ് നാടുകളിലേക്ക് പോയാൽ ഒറ്റപ്പെട്ടതുപോലെ ഒരു തോന്നൽ നമുക്ക് സാറിന് വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഒരു ആക്സിഡൻറ്റ് പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗത്തിന് അടിമയായിപ്പോയി, ഈവൻ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലൊക്കെ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാന്ത്വനമുണ്ട്, ഞങ്ങളുടെ സ്നേഹിതർ ഞങ്ങൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ സഹായിക്കുമെന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടോ? അവർക്ക് അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ്? തീർച്ചയായും പലപ്പോഴും ഈ ഗ്രൂപ്പിന് മുൻപുള്ള കാലങ്ങളിൽ ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സ് പലപ്പോഴും 1-2 പേര് കോൺടാക്ട് ചെയ്യുന്നിടത്ത് ഇപ്പോൾ ഒരു 40 to 50 വരുന്ന ആൾക്കാർ പരസ്പരം ബന്ധം റെഗുലറായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും അത് നമ്മൾ വീക്ക്ലി അല്ലെങ്കിൽ ഓരോ മെസ്സേജ് രാവിലെ മുതൽ വൈകിട്ട് വരെ അല്ലെങ്കിൽ രാവിലെ ഒരു മെസ്സേജ് വരുമ്പോൾ പലപ്പോഴും ആൾക്കാർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒരാളുടെ ഒരു കോൺടാക്റ്റ് 2 ദിവസം മിസ്സിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈവറ്റായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അപ്പോൾ അവർക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വരുന്നുണ്ട്. നമ്മൾ 2 ദിവസം സൈലൻ്റ് ആയിരുന്നു കഴിഞ്ഞാൽ ഒരാൾ നമ്മളെ നോക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്നല്ലാണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ലോക്കൽ സപ്പോർട്ട് നമുക്കുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാവുന്നത് തീർച്ചയായും അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടിയിട്ടുണ്ട്. ഇപ്പം 1 വർഷമാകാൻ പോകുന്നു നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു മുന്നേറ്റത്തിന് വന്നിട്ട്. ഇപ്പോൾ 1 വർഷമൊക്കെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറയുന്നു. എന്താണ് ഈ 1 വർഷം എങ്ങനെയാണ് നിങ്ങൾ ആത്മീയമായിട്ട് ആഘോഷിക്കുന്നത്? എങ്ങനെയാണ് 1 വർഷത്തെ നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കുന്നു? ഞങ്ങൾ ഈ ജാനുവരിയിൽ ഞങ്ങളുടെ 1ാം വാർഷികവും ഫാമിലി മീറ്റും ചെയ്യുകയാണ്. അപ്പം അതിന് സാന്ത്വന സ്പർശം എന്നാണ് അതിന് പേരിട്ടേക്കുന്നത്. അതിൽ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഹായങ്ങളും ചെയ്യുന്നുണ്ട്. രോഗികളായവർ, ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക്, അർഹതപ്പെട്ട ആളുകൾക്ക് ഒരു സഹായം ചെയ്യുന്നുണ്ട്, ചികിത്സാ സഹായം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നല്ലപോലെ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് നിൽക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അവർക്ക് മുന്നോട്ട് പഠിക്കുവാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ വിദ്യാഭ്യാസ സഹായം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പുതുവർഷത്തിനോടനുബന്ധിച്ച് പുതിയ ഒരു പദ്ധതിയും കൂടി ചെയ്യുന്നുണ്ട്. അത് സാന്ത്വനം കൈനീട്ടം എന്നാണ് അതിൻ്റെ പേരിട്ടേക്കുന്നത്. അതിലേക്ക് നമുക്കറിയാം മറ്റു വരുമാന മാർഗങ്ങളില്ലാത്തവർക്കും അതുപോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ തന്നെ. അവർക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു ഭക്ഷണ സാധനങ്ങളും അതുപോലെ ധനസഹായങ്ങളും കൊടുക്കുന്ന ഒരു പദ്ധതിയാണത്. അപ്പോൾ അത് ചെയ്യണം എന്നുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് ഒരു വീട് വെച്ച് കൊടുക്കുന്നതാണ്. അർഹതപ്പെട്ട ഒരാൾക്ക്, ഇതിൽ ജാതിയോ മതമോ ഒന്നുമില്ലാതെ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന ഒരു സ്വപ്ന പദ്ധതിയും കൂടെ ഉണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമാകട്ടെ, മറ്റുള്ളവർക്ക് ഒരു സാന്ത്വനമായി തീരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പുതിയ ജോബ് സെൽ തുടങ്ങാനുള്ള ഒരു പദ്ധതിയും കൂടെ ഉണ്ട്. ദൈവഹിതം ഉണ്ടെങ്കിൽ ഇതെല്ലാം പൂർത്തീകരിക്കട്ടെ, ഞങ്ങളാൽ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചെറുപ്പക്കാരുടെ ഒരു സംരംഭമായതുകൊണ്ട് ചെറുപ്പക്കാർക്ക് ഒത്തിരി സാധ്യതകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ ജോബ് സെല്ല് നിങ്ങൾ എങ്ങനെയാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ ജോബ് സെല്ല് ഞങ്ങളിപ്പോൾ അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ജനുവരി സാന്ത്വന സ്പർശം ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ സമീപ ഇടവകളിലെല്ലാം ചെന്നിട്ട് യൂത്തുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അവരുടെ ഇടയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, ഇപ്പം നമ്മൾ വിദേശത്തൊക്കെ പോകാൻ പല ആൾക്കാരും സ്വപ്നം കാണാറുണ്ട്, സാധിക്കാത്ത ആൾക്കാരുണ്ട്. അന്നേരം അവർക്ക് അവരുടെ റെസ്യൂം മേടിച്ച് നമ്മളിവിടെ ജോലി വരുന്നതിനനുസരിച്ച് അവർക്ക് ഒരു ജോലി ശരിയാക്കി കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ജോബ് സെല്ലിൻ്റെ ഒരു ഇത് പറഞ്ഞേക്കുന്നത്. അന്നേരം അവിടെ ഉള്ള ആൾക്കാർ അത് ബയോഡാറ്റ കളക്ട് ചെയ്യുകയും എന്നിട്ട് നമുക്ക് അത് തരികയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ജോബ് സെല്ലിനെ കുറിച്ച് നമ്മൾ ഇപ്പം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ കോൺട്രിബ്യൂഷൻസ് ഇപ്പം ആളുകളൊക്കെ ജനറസായിട്ട് അവർ ഓരോ കാര്യങ്ങൾക്ക് നൽകുന്നു. ഇപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ഏകദേശം 50 പേര് അവരുടെ സന്മനസ്സാണ് ഇതിനെ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ഈ ഗ്രൂപ്പിൽ കൺവേ ചെയ്യുന്നത്? തീർച്ചയായും ഗ്രൂപ്പിൽ ഓരോ ഏരിയയിലേക്കും നമ്മൾ കോർഡിനേറ്റേഴ്സിനെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഷാർജ, ദുബായ്, ഫുജേറ, ജബലലി, അബുദാബി എല്ലാ ഏരിയയിലും കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഒരു റെഗുലറി ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരെ വിളിക്കാറുണ്ട്, അവരുടെ ആവശ്യങ്ങൾ അറിയാറുണ്ട്. ആ സമയം നമ്മുടെ ഒരു ദശാംശം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് അവർ
അറിഞ്ഞു തരാം, നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നതല്ല, അവരായിട്ട് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ ഗ്രൂപ്പിൻ്റെ സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ജാതി മതമൊന്നും നോക്കിയല്ല നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുകയുണ്ട്. എല്ലാവർക്കും നിങ്ങളുടെ സഹായഹസ്തം നിങ്ങൾ ആ ഡോറോ നിങ്ങൾ ഓപ്പൺ ആക്കിയിടുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ഇഫ്താർ ഇവിടെ ഇഫ്താറിൻ്റെ സമയത്ത് അർഹതപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ഇഫ്താറിൻ്റെ ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. ഇഫ്താറിൻ്റെ ആ ഒരു കിറ്റ് വിതരണം എങ്ങനെയായിരുന്നു അതിവിടെ? നിങ്ങൾക്ക് എങ്ങനെയത് ഫീൽ ചെയ്തു? തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്കത് ചെയ്യുവാൻ സാധിച്ചു. ഒരു നല്ലൊരു അനുഭവമായിരുന്നു. താഴെത്തട്ടിലേക്കുള്ള ക്യാമ്പുകളിൽ താമസിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും വരും വർഷങ്ങളിലും ഞങ്ങൾക്കിത് ചെയ്യുവാനും തുടർച്ചയായിട്ട് കൊണ്ടുപോകാനും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ദൈവഹിതം പോലെ അത് നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഷാജൻ, ഈ മറ്റുള്ളവരുടെ റെസ്പോൺസ്, ഇപ്പം നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ വളരെ ആക്റ്റീവാണ്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം, ദൈവം ഞങ്ങൾക്കൊരു ജോലി തന്നു, ശമ്പളം തന്നു, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ നാടിന് അവിടെയുള്ള പാവപ്പെട്ടവരെ ഏതൊക്കെ വിധത്തിൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം അതെല്ലാം ചെയ്യണം എന്ന് കൊണ്ടുവന്നു. പക്ഷേ ഈ നാട്ടിൽ ഗ്രൂപ്പിന് പുറത്തുള്ളവർ, ഇതിനെക്കുറിച്ച് അറിഞ്ഞവർ എങ്ങനെയാണ് ഈ സാന്ത്വനത്തോട് പ്രതികരിക്കുന്നത്? ഈ ഗ്രൂപ്പിൻ്റെ പുറത്തുള്ള ആൾക്കാരും ഇത് നമ്മളിങ്ങനെ പലരോടും പറയുമ്പോൾ അവർ ഇപ്പം ബഹ്റിനിൽ, ഇപ്പം മസ്കറ്റിലൊക്കെ നമ്മളിത് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന അവിടെയും കൂടെ ഇത് വേൾഡ് വൈഡ് ആക്കാനുള്ള ഒരു ഇത് പറയുന്നുണ്ട്. അവരും ഇതിനകത്ത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഈ 3 ഇടവകളിലെ ആൾക്കാർ ഇതിനകത്ത് സഹകരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ അവർ നമുക്ക് കോൺട്രിബ്യൂഷനും കാര്യങ്ങളും എല്ലാം തരാമെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ സാന്ത്വന സ്പർശം ഞങ്ങളുടെ വലിയ ഒരു പരിപാടിയാണ്. ഈ 1 ഇയറിൻ്റെ വലിയൊരു പരിപാടിയാണ്. അന്നേരം അതിനകത്ത് അവരും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. കുറേ ആൾക്കാരുണ്ട് അതിനകത്തും. പ്രത്യേകിച്ച് നാട്ടിൽ മത നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്. അവരോടൊക്കെ നിങ്ങളിത് ഈ ഒരു നിങ്ങളുടെ ഈ സ്വപ്ന പദ്ധതി പങ്കുവച്ചപ്പോൾ അവരുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? സാന്ത്വന സ്പർശം ജനുവരി 13 ഞങ്ങൾ ഇതിനെപ്പറ്റി നാട്ടിൽ ഇതിൻ്റെ ട്രെയിലറും പോസ്റ്റർ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ പലപ്പോഴും ആൾക്കാർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞങ്ങളും സഹകരിക്കാം, പൂർണ്ണ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. പലരോടും നമ്മൾ ചോദിക്കുമ്പോൾ അവരെല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. മതനേതാക്കളായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും പ്രവാസികളല്ലാതെ തന്നെ നാട്ടിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ അനേകം ആൾക്കാരുണ്ട്. ഇവരെല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? ഒരു അപ്രോക്സിമേറ്റ് ഞങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് ഒരു 1.5 ലക്ഷം രൂപയുടെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ സാന്ത്വന സ്പർശം നിങ്ങളുടെ 1ാം വാർഷികം, അത് നിങ്ങൾ എങ്ങനെയാണ് നാട്ടിൽ ആഘോഷിക്കുന്നത്? നിങ്ങൾ ആരെയൊക്കെയാണ് അവിടെ ക്ഷണിക്കുന്നത്? ഈ ഒരു ബോധവൽക്കരണം നിങ്ങൾ നാട്ടിൽ കൊടുക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് ആ പ്രോഗ്രാം നിങ്ങൾ നാട്ടിൽ നടത്താൻ, പ്രത്യേകിച്ച് നിങ്ങളിവിടെ പലരും അതിനു വേണ്ടിയിട്ട് തന്നെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനും കണ്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടുന്ന് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ എത്ര പേര് നിങ്ങളവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്? എന്തൊക്കെയാണ് ആ പരിപാടിയിലൂടെ നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം? ഇത് നമ്മൾ 1 ഇയർ പ്രോഗ്രാം ആഘോഷിക്കുന്ന സമയത്ത് ഈ ഗ്രൂപ്പിലുള്ള ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 20 പേരോളം ലീവിനനുസരിച്ച് അവർ നാട്ടിൽ വരികയും ഇതിനകത്ത് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതിനകത്ത് മത നേതാക്കൾ സംബന്ധിക്കുന്നുണ്ട്, പിന്നെ രാഷ്ട്രീയ നേതാക്കൾ സംബന്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്തൊരു ക്യാൻസറിൻ്റെ ബോധവൽക്കരണ ക്ലാസ് നമ്മൾ RCCയിലുള്ള പ്രശാന്ത് ഡോക്ടർ ഇത് കൊടുക്കുന്നുണ്ട്. അന്നേരം അതിനകത്തല്ല എല്ലാ ആൾക്കാരെയും നമ്മൾ ഏകദേശം 500 പേരും മുകളിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അന്നേരം ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട്, പാസ് ഓഡിറ്റോറിയം, അവിടെ വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. എല്ലാ ആൾക്കാരും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം 500 പേര് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ 500 പേര് ഒരു ദിവസം മുഴുവൻ നിങ്ങളോടൊപ്പം ചെലവഴിക്കുക? ഒരു ദിവസം നമ്മൾ ഫുള്ളായിട്ട് 11 മണി മുതൽ 5 മണി വരെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നല്ലതായിട്ട് ഇത് ആദ്യം നമ്മുടെ ജേക്കബ് മഞ്ചിലി അച്ഛനാണ് ഇതിൻ്റെ ക്ലാസ്, ക്രിസ്തീയ കുടുംബജീവിതം എന്നുള്ളൊരു ക്ലാസ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ക്യാൻസറിൻ്റെ ഒരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പൊതുസമ്മേളനം. അവിടെ എന്തുമാത്രം കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? 1 ഇയർ സെലിബ്രേഷൻ നിങ്ങൾ അതിനുവേണ്ടി മാത്രം കുറേ ചാരിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിനകത്ത് നമ്മൾ ഏകദേശം ഒരു 4 പേർക്ക് വിദ്യാഭ്യാസ സഹായ നിധി എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഒരു 3 അന്നേരത്തെ ഒരു സാമ്പത്തികം അനുസരിച്ച് 3-2 പേർക്ക് ചികിത്സാ സഹായം.
അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 15 പേർക്കാണ് ഈ സാന്ത്വന സഹായം എന്നും പറഞ്ഞുകൊണ്ട് കൈനീട്ടമെന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോ പരിപാടികൾ വരുന്നുണ്ട്, ഓരോരുത്തരുടെ ഓരോ അഭിപ്രായങ്ങൾ ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അതിനനുസരിച്ച് നല്ലതായിട്ടുള്ളതൊക്കെ നമ്മൾ ആ ജനുവരിക്കുള്ളിൽ നമ്മൾ ഉൾക്കൊള്ളുന്നതാണ്. ഇതിലെ പല പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ നടപ്പാക്കുന്ന പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ തന്നെ സജസ്റ്റ് ചെയ്യുന്നതാണ്. ഈ 50 പേരിൽ നിന്ന് പലരും ഗ്രൂപ്പിൽ ഓരോ സജഷൻസ് ഇടുന്നതാണോ? അതെ, ഈ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇത് പറയുന്നത്. പിന്നെ അതേപോലെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഞങ്ങൾ സാന്ത്വന സ്പർശത്തിന് കൊടുക്കുന്നത് അത് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഉള്ളവർ പറയുന്നുണ്ട്, പുറത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ഞങ്ങളുടെ വാർഡ് മെമ്പേഴ്സൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അന്നേരം അങ്ങനെയുള്ള നമ്മളെല്ലാ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സാന്ത്വന സ്പർശം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതും മാത്രമല്ല, നമ്മൾ ഈ ഗ്രൂപ്പിൽ നമുക്ക് ഈ നാട്ടിൽ മാത്രമല്ല ഈ ഗ്രൂപ്പിലായാലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ വന്നു കഴിഞ്ഞാൽ നമ്മളത് അവരെ പോയി കാണുകയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് ആണെങ്കിൽ നമ്മളെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെ എന്തെങ്കിലും ഇപ്പം സുബിൻ നേരത്തെ പറഞ്ഞല്ലോ ടിക്കറ്റ് കൊടുത്ത്, ഇപ്പം അത് ടിക്കറ്റ് കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാതിരുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ടിക്കറ്റ് കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഗ്രൂപ്പിനകത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെയുള്ള ആൾക്കാർക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സാധനം പോകുന്നത്. ബ്ലസൻ, എല്ലാവർക്കും ഇന്ന് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. പഠിച്ച ബാച്ചുകാരുടേത്, നാടിൻ്റേത്, കൂട്ടുകാരുടേത്, കമ്പനിക്കാരുടെ. ഇതൊക്കെ കുറേ ഫോർവേഡ് മെസ്സേജുകൾ ഇങ്ങനെ തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ കുറേ വിഷുകൾ, കുറേ തമാശകൾ അതിനകത്തിൽ അടിച്ചു കയറ്റി അതങ്ങനെ ഒരു അർത്ഥമില്ലാതെ പോവുകയാണ്. വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു സന്ദേശമാണ് ലോകത്തിന് കൊടുക്കുന്നത്. ഉള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ ഈ സോഷ്യൽ മീഡിയയെ ജനങ്ങൾക്ക് കൂടുതൽ സഹായഹസ്തം ഉള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നു, മെസ്സേജുകൾ അയക്കുന്നു. അപ്പോൾ വരുന്ന തലമുറയോട് നിങ്ങളെ കേൾക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. എന്ത് ഡയറക്ഷനാണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത്? ഈ ഗ്രൂപ്പും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ ചെറുപ്പക്കാരുടെ ഇടയിൽ വെറും ഒരു ഫോർവേഡഡ് മെസ്സേജുകൾ അല്ലെങ്കിൽ സമയം പോകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിന് ഉപരിയായി പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം നമ്മളുടെ ആവശ്യങ്ങൾ പറയാനും പങ്കുവയ്ക്കാനും കരുതാനും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഗ്രൂപ്പും കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്കൊരു ഐഡിയലായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ പറയാനും ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് നമ്മളെ കരുതാനും നമുക്ക് വേണ്ടി റെസ്പോണ്ട് ചെയ്യാനും സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഈ ഗ്രൂപ്പിന് വളരെ പ്രയോജനപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള പല ഗ്രൂപ്പുകളും നമുക്കിങ്ങനെ ജീവകാരുണ്യ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്കും കൂടെ പ്രചോദനമായി. ഇത് തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. വെറുതെ ടൈം പാസ് ഗ്രൂപ്പുകളിൽ നിന്ന് നമുക്ക് മാറി കുറേ കൂടെ ജീവിക്കുന്ന സമയം മുഴുവൻ ദൈവത്തിന് എന്ത് ചെയ്യാം, സഹോദരങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്ത് നന്മ ചെയ്യാമെന്ന് ആലോചിക്കുകയും ഈ സോഷ്യൽ മീഡിയകളെയൊക്കെ അതിൻ്റെ പരിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരികയും ചെയ്യാം. ബ്ലസൻ നല്ലൊരു പാട്ടുകാരനാണ്. 4 വരി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാമോ? എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എൻ്റേതല്ല. നാഥാ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എൻ്റേതല്ല. ജീവിതം ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ഈ കഴിവുകളും ഈ സമയവും ഇതൊന്നും നമ്മുടേതല്ല. നാം അതെല്ലാം ദൈവത്തിന് സമർപ്പിക്കേണ്ടതാണ്. ജീവിതത്തിൻ്റെ നല്ല അവസരങ്ങളിൽ ധാരാളം നന്മകൾ ചെയ്യാൻ, അനേകരുടെ കണ്ണുനീര് ഒപ്പാൻ നമുക്കും ഇറങ്ങി വരാം. ചുറ്റുപാടുകളെ നമുക്ക് അർത്ഥപൂർണ്ണമാക്കാം. സോഷ്യൽ മീഡിയകൾ
നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഇതിനെയൊക്കെ ധാരാളം ഉപരി നന്മയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. കൊടുക്കുമ്പോഴാണ് നമുക്ക് നൽകപ്പെടുന്നത്. ഈ തത്വത്തിൽ അടിയുറച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരെ പോലെ, ഈ യുവാക്കളെ പോലെ നമുക്കും പ്രചോദിതരായി മുന്നോട്ട് വരാം. അനേകർക്ക് സാന്ത്വനമാകാം, സാന്ത്വനമേകാം. ഈ എപ്പിസോഡ് ശ്രവിച്ച നിങ്ങളെ സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സോഷ്യൽ മീഡിയകളെ അർത്ഥപൂർണമായി വിനിയോഗിക്കുവാനും ധാരാളം നന്മകൾ ചെയ്യുവാനും നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ഈ എപ്പിസോഡ് നമ്മളെ സഹായിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com